മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം. അടുത്ത സീസണിൽ ടീമിനൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ അറിയിച്ചു. കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെ സഞ്ജു ഇക്കാര്യം ടീമിനെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. രാജസ്ഥാൻ മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് സഞ്ജുവിനെ ക്ലബ്ബ് വിടാൻ പ്രേരിപ്പിച്ചത്. സഞ്ജുവിനെ നിലനിർത്തുമോ എന്നതിൽ അന്തിമ തീരുമാനം ടീം മാനേജ്മെന്റിന്റേതായിരിക്കും. പ്രഥമ IPL കിരീടത്തിന് ശേഷം തഴയപ്പെട്ട രാജസ്ഥാൻ റോയൽസിന്റെ പുതുയുഗത്തിന് തുടക്കം കുറിച്ച നായകനാണ് സഞ്ജു സാംസൺ. 2013 ടീമിലെത്തിയ സഞ്ജു സാംസണിനെ കോഴ വിവാദത്തിൽ ടീമിനെ ഏർപ്പെടുത്തിയ വിലക്കിന് ശേഷവും രാജസ്ഥാൻ തിരിച്ചെത്തിച്ചു. അധികം വൈകാതെ ടീമിന്റെ നായകസ്ഥാനവും സഞ്ജുവിനെ തേടിയെത്തി. നായകനായ 2ാം വർഷം സഞ്ജു ടീമിനെ IPL ഫൈനലിലെത്തിച്ച് മികവ് തെളിയിച്ചു. സഞ്ജുവിന്റെ വരവോടെ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധക സംഘത്തിലും വളർച്ചയുണ്ടായി. ടീമിനൊപ്പം താരമെന്നതിന് വിപരീതമായി സഞ്ജുവിനൊപ്പം രാജസ്ഥാൻ പഴയ പ്രതാപകാലത്തെ വീണ്ടെടുക്കുകയായിരുന്നു. രാജസ്ഥാൻ കുപ്പായത്തിൽ നിറസാന്നിധ്യമായി സഞ്ജു എന്നും ടീമിനൊപ്പം ഉണ്ടായിരുന്നു. നിരവധി വിജയങ്ങളിലേക്ക് രാജസ്ഥാനെ കൈപിടിച്ചുയർത്തിയ കപ്പിത്താൻ, വെടിക്കെട്ട് ഇന്നിംഗ്സുകളുമായി കളം നിറഞ്ഞ സ്റ്റാർ ബാറ്റർ. ഈ വർഷം നടന്ന മെഗാ താരലേലത്തിൽ 18 കോടിക്കാണ് രാജസ്ഥാൻ സഞ്ജുവിനെ നിലനിർത്തിയത്. ഇതിനുശേഷമാണ് താരവും ടീം മാനേജ്മെന്റുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണത്. സഞ്ജു രാജസ്ഥാനിൽ നിന്ന് വിടവാങ്ങുമെന്ന വാർത്തകൾക്ക് പിന്നാലെ നിരവധി IPL ഫ്രാഞ്ചൈസികളാണ് താരത്തെ പാളയത്തിലെത്തിക്കാനായി കച്ച കിട്ടുന്നത്. അതിൽ തന്നെ മുൻപന്തിയിലുള്ളത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. MSDയുടെ പിൻഗാമിയായി സഞ്ജുവിനെ ടീമിലെത്തിക്കാനാണ് ചെന്നൈയുടെ നീക്കം. പുതിയ നായകനെ തേടുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിനായി ശ്രമം തുടരും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.